എനിക്ക് ഓർമ്മയുണ്ട് ആദ്യമായിട്ട് നിങ്ങൾ ഓൺലൈൻ കൺസൾട്ടേഷൻ എടുക്കുന്നത്. അപ്പോൾ രണ്ടുപേരുടെ മുഖത്തും നല്ലൊരു ആകുലതയായിരുന്നു. ഞാൻ നിങ്ങളോട് ചോദിച്ചപ്പോൾ നിങ്ങൾ തമ്മിലും കുറച്ച് ഇഷ്യൂസും ബാക്കി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അതൊക്കെ കുറച്ചൊക്കെ ഒന്ന് സോൾവ് ചെയ്തിട്ടേ നമുക്ക് ഇതിലേക്ക് ഇവിടെ അഡ്മിഷൻ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞ് ഇതിലേക്ക് വരാൻ പറ്റുള്ളൂ എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. പിന്നീട് ഏകദേശം 1 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ നിങ്ങൾ വീണ്ടും എന്നെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ 1 വർഷം കഴിഞ്ഞ് നിങ്ങൾ അപ്രോച്ച് ചെയ്തപ്പോൾ ഞാൻ കരുതി നിങ്ങളുടെ പ്രശ്നമൊക്കെ തന്നെ സോൾവ് ആയിട്ടുണ്ടാകും. അപ്പോൾ പ്രഗ്നൻസി എങ്ങനെ ആയിട്ടുണ്ടാവും, അതിനെക്കുറിച്ച് വല്ല കൺസേൺസിനെ കുറിച്ചിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ടാവും കൺസൾട്ടേഷൻ എടുത്തതെന്ന്. അപ്പോഴാണ് നിങ്ങൾ പറഞ്ഞത് അപ്പോഴും അതേ ഒരു അവസ്ഥയിലാണെന്ന്. അപ്പോൾ ഞാൻ ചോദിക്കുകയുണ്ടായി എന്താണ് ഇത്ര വൈകാൻ കാരണമെന്ന്. എങ്ങനെയെങ്കിലും ഇത് എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് സാഹചര്യങ്ങൾ, സിറ്റുവേഷൻസ് വളരെ അനുകൂലമായി വന്നില്ല. അതിന്റെ പ്രധാന കാരണം ഒന്ന് ലീവ്. ഇത്രയും ഡേയ്സ് മാം എന്ന് പറഞ്ഞത് 20 days എങ്കിലും മിനിമം വേണം. രണ്ടുപേർക്കും ലീവ് കിട്ടുന്നില്ല. അങ്ങനെ ലീവിന്റെ കേസിൽ കുറെ ഡിലേ വന്നു. ഒരു കാരണവശാലും പുള്ളിക്കാർക്ക് ലീവ് കിട്ടില്ല. അപ്പൊ അത് കാരണം ജോലി റിസൈൻ ചെയ്തു. റിസൈൻ ചെയ്തതിനു ശേഷം പിന്നെ എന്റെ കാര്യം മാത്രമേ ഉള്ളൂ പ്രശ്നം. അപ്പൊ എനിക്ക് ഏകദേശം ലീവ് ഓക്കെ ആയി. പക്ഷെ ഇത് രണ്ടും ഓക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഫിനാൻഷ്യലി ഇത്രയും എമൗണ്ട് എങ്ങനെ റോൾ ചെയ്യണം എന്നുള്ളൊരു പ്രശ്നം വന്നു. അങ്ങനെ അതിന് റോൾ ചെയ്യാൻ വേണ്ടി കുറെ സമയം അങ്ങനെ പോയി. വാസ്തവം പറഞ്ഞാൽ നമ്മൾ ഇതൊരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെന്റ് ആണ്. ഇപ്പോൾ ഇങ്ങനത്തെ അഡ്മിഷൻ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ബാച്ച് തെറാപ്പി ആയിട്ടല്ല, പക്ഷെ അഡ്മിഷൻ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന 1-2 സ്ഥാപനങ്ങളുണ്ട് ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ കപ്പിൾസിന് മാത്രമായിട്ട്. അപ്പോൾ അവിടെ ചാർജ് ചെയ്യുന്നതിന്റെ പകുതിയെ നമ്മൾ ഏകദേശം ഇവിടെ ചാർജ് ചെയ്യുന്നുള്ളൂ. മാത്രമല്ല നമ്മൾ ഇവിടെ എങ്ങനെയെങ്കിലും ഈ ഇന്റർകോഴ്സ് ശരിയാക്കുക എന്നുള്ളതിനെക്കാട്ടിലും ഉപരി ഒരു സക്സസ്ഫുൾ മാരീഡ് ലൈഫ് മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകണം, വിജയകരമായിട്ടൊരു വിവാഹ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെ കുറിച്ചിട്ടുള്ളൊരു ഫൗണ്ടേഷനും ബേസിക് കാര്യങ്ങളും എല്ലാം ഈ 15-20 ദിവസത്തിനുള്ളിൽ എന്തൊക്കെ കുത്തി നിറച്ച് നമുക്ക് തരാൻ പറ്റുമോ അതെല്ലാം തരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ ചാർജ് ചെയ്യണത്. അപ്പോൾ ഇവിടെ വന്ന് ഇപ്പൊ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് അത് കൂടുതലാണെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് ഒരു കാരണവശാലും അത് കൂടുതലാണെന്നും തോന്നുന്നില്ല. ഒരിക്കലും അതൊരു ആ പൈസ നഷ്ടമായിട്ട് എനിക്ക് ഒരിക്കലും തോന്നില്ല. കാരണം മാം ഇത് ചോദിച്ചോണ്ടല്ല, അല്ലെങ്കിൽ പോലും ഞാൻ ഇത് ആരോട് വേണമെങ്കിലും പറയാൻ തയ്യാറാണ്. കാരണം വെച്ചാല് അത്രയ്ക്ക് ഫുൾഫിൽമെന്റ് ഉണ്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കും. കാരണം ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ഇത് ശരിയാകും അല്ലെങ്കിൽ ഇങ്ങനൊരു ഇതിലേക്ക് വരുമെന്ന്. പിന്നെ പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇതൊരിക്കലും ഒരു ഇന്റർകോഴ്സിന് വേണ്ടി മാത്രമുള്ള റിസൾട്ട് അല്ല കിട്ടിയിരിക്കുന്നത്. ശരിക്കും റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ ലൈഫിൽ വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. കാരണം വെച്ചാൽ എല്ലാ രീതിയിലും എങ്ങനെ ജീവിക്കണം എന്നുള്ളൊരു ഗൈഡൻസ് മാമിന്റെ ഇത്രയും ദിവസത്തെ സെഷൻസ്, മാമിന്റെ ക്ലാസ്സസ്, അതേപോലെ തെറാപ്പി, ഇതെല്ലാം ഒരു ഹീലിംഗ് പ്രോസസ് ഉണ്ട്. അത് ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ഹീലിംഗ് പ്രോസസ്സാണ്. ആ ഹീലിംഗ് പ്രോസസ് ഒരിക്കലും ഒരു സ്ഥലത്തൊന്നും കിട്ടില്ലെന്നാണ് എൻ്റെ ഒരു. മാം മേടിക്കുന്ന ഓരോ പൈസയ്ക്കും 100%-ൽ 150% റിസൾട്ട് നമുക്ക് എല്ലാ അർത്ഥത്തിലും മൂല്യവത്തായിട്ട് കിട്ടുന്നുണ്ട്. അതിനുവേണ്ടി ഞാൻ മാത്രമല്ല, സാറും ഇവിടുത്തെ നമ്മുടെ സ്റ്റാഫും എല്ലാവരും നിരന്തരമായി പരിശ്രമിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ ഒരു ഹയർ ഫോഴ്സ് ഉണ്ടല്ലോ, ആ ഒരു ഹയർ ഫോഴ്സിന്റെ ഗൈഡൻസ് നമുക്ക് എപ്പോഴും ഉണ്ടാകണേ എന്നുള്ളൊരു പ്രാർത്ഥനയോടെയാണ്, സമർപ്പണത്തോടെയാണ് നമ്മളിത് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്.